വയദ്ഉഹു ഇല ശർരി വലഹു ലമ്മത്തുൻ ഫീ ഖൽബിഹി. ശൈത്താന് മനുഷ്യന്റെ മനസ്സിൽ തിന്മ ദുർമന്ത്രമായി നൽകുന്നു. ശർറിലേക്ക്, തിന്മയിലേക്ക് ആ ശൈത്താനുഷ്യനെ ക്ഷണിക്കുന്നു. വലഹു ഇത്തിലാഉൻ ബിതഖ്ദീരില്ലാഹി അലാ മാ യുരീദുഹുൽ അബ്ദു വയൻവീഹി മിൻ അഅമാലിൽ ഖൈരി വശ്ശർരി. അല്ലാഹുവിന്റെ വിധി പ്രകാരം ആ മനുഷ്യൻ ഉദ്ദേശിക്കുന്ന നന്മയും തിന്മയും അള്ളാഹുവിന്റെ തഖ്ദീർ മുഖേന അള്ളാഹു വിധിച്ചത് പ്രകാരം ആ ശൈത്താന് അറിയുന്നു. അപ്പോൾ ഇവിടെ പിശാചിന് ചില കാര്യങ്ങളൊക്കെ മനുഷ്യന്റെ മനസ്സിൽ സംഭവിക്കുന്നത് അറിയാൻ പറ്റുമെന്ന് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നു. അപ്പോൾ ഇത് നിരുപാധികമായ ഗൈബല്ല എന്ന് പ്രത്യേകം സഹോദരന്മാർ മനസ്സിലാക്കണം. മറിച്ച് ഒരു മനുഷ്യന് ഒരു ഖരീനുണ്ട്. ആ മനുഷ്യന്റെ മനസ്സിൽ ആ ഖരീന് ചില കാര്യങ്ങൾ അറിയുന്നു എന്നല്ലാതെ ഒരു ഖരീന് ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്മാരുടെയും മനസ്സിൽ സംഭവിക്കുന്നതും അറിയുമെന്ന് ഒരിക്കലും ആരും പറയുന്നില്ല. വളരെ മുഖ്യ കാര്യങ്ങൾ ജിന്നിന് അല്ലെങ്കിൽ ഇബ്ലീസിന്, ശൈത്താനിന് അറിയും എന്നല്ലാതെ മൊത്തത്തിൽ ഗൈബ് അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. സഹോദരൻ, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സാദന്മാർ കേട്ടില്ലേ? ക്ലിപ്പ് കേട്ടല്ലോ അല്ലെ? ഇനി ഇൻഷാ അല്ലാഹ് അബൂ സഫ്വാൻ ഉസ്താദ് ആ വിഷയമായിട്ട് വിശദീകരിക്കും. ക്ലിപ്പ് വേണമെങ്കിൽ നമുക്ക് പിന്നീട് വിടാവുന്നതാണ്. അബൂ സഫ്വാൻ ഉസ്താദ്, അതുപോലെ മറ്റു ഉസ്താദ്മാർ ഒന്ന് മേലേക്ക് വരിക ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എങ്ങനെയുണ്ട്? ഇതാണ് ഇവർ കുഴിച്ച കുഴികളിൽ ഇവരെന്തൊക്കെയാണോ മറ്റുള്ളവരുടെ പേരിൽ ആരോപിക്കുന്നത്, എന്തൊക്കെയാണോ പ്രചരിപ്പിക്കുന്നത്, അത് അവരുടെ നാക്കുകളിലൂടെ കൂടെ തന്നെ കൊണ്ടുവരും. നമ്മൾ അവരുടെ ക്ലാസ് റൂമിൽ എത്ര കാലമായി എന്നറിയോ? ഫൈസൽ മുസ്ലിയാർക്ക് മൈക്ക് കൊടുത്തിട്ട് ഫൈസൽ മുസ്ലിയാർ പ്രസംഗിക്കട്ടെ. ഇനി എന്താണ് അള്ളാഹ് ഇവിടെ ലോകത്തിലുള്ള എല്ലാ ഗൈബുകളും അത് ജിന്നറിയുമെന്നോ പിശാചറിയുമെന്നോ അതായിരുന്നോ നിങ്ങൾ വാദിച്ചത്? അതാണോ നിങ്ങൾ വാദിച്ചത്? ഞങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് തിരുത്തുകയും ആ കാര്യത്തെക്കുറിച്ച് വിശദമാക്കുകയും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ വിശ്വാസം എന്ത് എന്ന് നിങ്ങൾക്കിടയിൽ രൂപപ്പെടുത്തിയെടുക്കുകയും നിങ്ങൾ യഥാർത്ഥത്തിൽ ജിന്നുവാദികൾ ഒരാദർശത്തെ നിങ്ങൾ കെട്ടിപ്പടുത്തു. ആ ആദർശം കെട്ടിപ്പടുത്തതിന് ശേഷം അത് സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ആയത്തുകളെയും ഹദീസുകളെയും നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. ആ ദുർവ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പുതിയ പുതിയ അബദ്ധത്തിലേക്ക് നിങ്ങൾ പോകുന്നു. ഇപ്പൊ നിങ്ങൾ എത്തി നിൽക്കുന്നത് എവിടെയാണ് നിൽക്കുന്നത്? പൊഴിയിൽ വീണാല് ഇപ്പോ അത് തന്നെ ഞങ്ങൾ നിങ്ങളോട് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. യാ ഇബാദല്ലാ എന്ന് മരുഭൂമിയിൽ വെച്ച് വിളിച്ചാൽ ആ യാ ഇബാദല്ലാ എന്ന് വിളിക്കുമ്പോൾ ആ പദം മാത്രമേ പറയാൻ പാടുള്ളൂ എന്നാ. അപ്പൊ എന്ത് ചെയ്യണം? അത് നിങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചപ്പോൾ ജനങ്ങളുടെ മനസ്സിലുണ്ടായതെന്താ? എന്ത് ചെയ്യണമെന്നത്, ഞാൻ എങ്ങോട്ട് പോകണമെന്നത്, എന്റെ മനസ്സിൽ എന്താഗ്രഹിക്കുന്നു എന്ന് അവിടെ നിൽക്കുന്ന ജിന്നിനോ പിശാച്ചിനോ അറിയണം. അതറിഞ്ഞെങ്കിൽ ഇവൻ എങ്ങോട്ടേ കൊണ്ടാക്കാൻ പറ്റുള്ളൂ. ഇവൻ എങ്ങോട്ട് പോകണമെന്ന് ജിന്നിനോട് പറയാൻ പറ്റുമോ? യാ ഇബാദല്ലാ മാത്രമേ പറയാൻ പറ്റുള്ളൂ. യാ ഇബാദല്ലാ എന്ന് പറയുമ്പോഴേക്കും അവിടേക്കാണ് ഇപ്പൊ ഇത് കൊണ്ടുപോണത്. എന്താണ്? മനസ്സിലുള്ളതൊക്കെ ജിന്നറിയേണ്ടി വരും, കരീനറിയേണ്ടി വരും. കാരണം എന്താ? കരീനോടാണ് ഇവര് ജിന്നിറക്കുമ്പോൾ, റുഖിയ ശറിയ നടത്തുമ്പോൾ ഇവരുടെ കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി ഇവർ ചോദിക്കുന്നത് ആരോടാ? ഇവരുടെ വാദപ്രകാരം ഒരു വിഭാഗം ഇവർ വാദിക്കണം എന്താ? അതാ മനുഷ്യ ശരീരത്തിൽ വരാൻ പോകുന്ന ജിന്നിന്റെ കരീനോടാണ് ചോദിക്കുന്നത്. എന്നിട്ട് ആ കരീനോന്റെ മനസ്സിലുള്ളത് ആർക്കറിയാലോ? ആ കരീൻ അവന്റെ മനസ്സിലുള്ളതർക്കം അറിഞ്ഞ് അതുകൊണ്ട് ഇവര് യഥാർത്ഥ ജിന്നു കേന്ദ്രത്തിലേക്ക്, ജിന്നു വിശ്വാസത്തിലേക്ക്, ഇവർ യഥാർത്ഥത്തിൽ പിഴച്ച വിശ്വാസത്തിലേക്ക് ജനങ്ങളെ യഥാർത്ഥത്തിൽ കൊണ്ടുപോകുന്നു. ഇതാണ് ഇപ്പൊ എവിടെ എത്തി? ഇപ്പൊ നീ നാക്കനക്കാൻ ഇനി MICRോട് ചെന്ന് ചോദിക്കുക, അല്ല കൂട്ടരെ, നമ്മൾ ഇക്കണ്ട കാലം പറഞ്ഞതും യാസിർ ബിൻ ഹംസ പറഞ്ഞതും എന്താണ് എന്ന് നിങ്ങൾ അവിടെ പോയിട്ട് ഇത് പൂഴ്ത്തി വെച്ച് നോക്കുക. ഇതിങ്ങനെ മൂടി വെക്കാൻ പറ്റുമോ? നിങ്ങൾ മൂടി വെച്ചിട്ടൊന്നും കാര്യം നടക്കൂല. ഞങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ നിങ്ങളെ മാതിരി എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ ക്ലിപ്പ് മുറിച്ചിട്ട് പറയേണ്ട ഗതികളൊന്നും ഞങ്ങൾക്കില്ല. മറിച്ച് യഥാർത്ഥത്തിൽ ഞങ്ങൾ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഞങ്ങൾ കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി പണ്ഡിതന്മാരുടെ വാക്കുകൾ അടർത്തിയെടുത്ത് ദുർവ്യാഖ്യാനം ചെയ്തപ്പോൾ ആ ദുർവ്യാഖ്യാനത്തിനെതിരിൽ ഞങ്ങൾ പടപൊരുതുകയായിരുന്നു ചെയ്തിരുന്നത്.
അപ്പോൾ നിങ്ങളുടെ നാക്കിലൂടെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. മനസ്സിലാക്കണം നിങ്ങൾ. ഇപ്പൊ ജിന്നെന്ത് ചെയ്യും? കരീന് ആരുടെ കരീനാണോ ആ കരീന് ആ മനുഷ്യന്റെ ഹൃദയത്തിലുള്ളതറിയും. പിന്നെ എന്താ അറിയാത്തത്? ലോകത്തിലുള്ളവരുടെ ഹൃദയത്തിലുള്ളതറിയും എന്ന് പറയാൻ പാടില്ല. അത് തെറ്റാണ്. അത് എന്താണ്? ഒരുത്തന്റെ ഹൃദയത്തിലുള്ളത് യഥാർത്ഥത്തിലുള്ള ഗൈബല്ല എന്ന് സമർത്ഥിക്കാനാണ് ഇത് കൊണ്ടുവന്നത് എന്നത് കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ്? ഒരാളുടെ ഹൃദയത്തിലുള്ളത് അറിയുക എന്നത് യഥാർത്ഥത്തിലുള്ള ഗൈബല്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നത്. അത് ഗൈബ് വേറെയാണ്. കാരണം എന്താ? ആപേക്ഷിക ഗൈബുണ്ട്, സാക്ഷാൽ ഗൈബുണ്ട് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളിപ്പോ ഗൈബിൽ നിന്ന് കൊണ്ടുപോകുകയാണല്ലോ. ഇനി നിങ്ങൾക്ക് ഇനി എന്താ ഉള്ളത്? ഇനി എന്താ? ജിന്ന് ഇപ്പൊ എന്ത് ചെയ്യും? മുസ്ലിം ജിന്നും കാഫിർ ജിന്നും ഉണ്ട്. അത് കഴിഞ്ഞാൽ മുസ്ലിം ജിന്നിനോട് ചോദിച്ചാൽ അത് വസീലത്തിനിലെ ശിർക്കെന്നും കാഫിർ ജിന്നോട് ചോദിച്ചാൽ ശിർക്കെന്നും യാസിർ ബിൻ ഹംസയുടെ മദ്ഹബ് പറയുന്നു. എന്നാൽ ഫൈസൽ മുസ്ലിയുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാലോ ഏത് ജിന്നിനോട് ചോദിച്ചാലും അതിൽ ശിർക്കാകുന്നതും വസീലത്ത് ശിർക്കാകുന്നതുണ്ട്. കാഫിർ ജിന്നോട് ചോദിച്ചാലും മുസ്ലിം ജിന്നോട് ചോദിച്ചാലും ഉണ്ട്. തെളിവെന്താണ്? അത് സൂറത്തുൽ അൻആമിലെ 128-ാമത്തെ ആയത്താണ്. മറ്റുള്ളവർക്ക് തെളിവോ? യാ ഇബാദല്ലയാണ്. ആരാ കൂട്ടരെ നിങ്ങളുടെ കൂട്ടത്തിലുള്ളത്? എന്ത് കാര്യമാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ മുന്നിൽ സമർത്ഥിക്കാനുള്ളത്? നിങ്ങൾ ആരെ പേർക്കാ കുതിര കയറുന്നത്? നിങ്ങൾ ആരുടെ പേരിലാണ് യഥാർത്ഥത്തിൽ കുതിര കയറിക്കൊണ്ടിരുന്നത്? നിങ്ങൾക്ക് ഒരുപാട് കോലാഹലം സൃഷ്ടിച്ചു. മലക്കുകളും ജിന്നുകളും വിളി കേട്ടിട്ടുണ്ടെങ്കിൽ ആ വിളി പ്രാർത്ഥനയല്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടി ഫൈസൽ മുസ്ലിയാർ കണഞ്ഞു ശ്രമിച്ചു. അതിന് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഞങ്ങൾ പിടിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ചോദ്യമുണ്ടാക്കി ചോദിച്ചു, മലക്കുകളും ജിന്നുകളും പ്രാർത്ഥന കേൾക്കുമെന്ന്. മലക്കുകളും ജിന്നുകളും പ്രാർത്ഥന കേൾക്കുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ലാഹ് മാത്രമാണ് സമീഉ ദുആ. അർത്ഥത്തിൽ അല്ലാഹ് മാത്രമാണ് സമീഉ ദുആ. എന്നാൽ അതേ അർത്ഥത്തിൽ ഒരു മനുഷ്യൻ, മരുഭൂമിയിൽ പോകുന്ന മനുഷ്യൻ, മരുഭൂമിയിലൂടെ പോയിരുന്ന മക്കയിലുള്ള മുശ്രിക്കുകളായ ജാഹിലിയ കാലത്തുള്ള ആളുകൾ ആ മരുഭൂമിയിൽ കൂടെ പോകുമ്പോൾ ആ മരുഭൂമിയിലുള്ള ജിന്നുകളെ, ഈ വാദിയുടെ നേതാവേ, നിന്നോട് ഞങ്ങൾ ഇത് അഭയം തേടുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ മരുഭൂമിയുള്ള ജിന്നുകൾ അത് കേട്ടിരുന്നു. അത് ഇസ്തിആറത്തായിരുന്നു, അത് പ്രാർത്ഥനയായിരുന്നു. ആ മരുഭൂമിയിലുള്ള ജിന്നുകൾ അത് കേട്ടു എന്നതുകൊണ്ട് അത് പ്രാർത്ഥനയല്ലാതായില്ല. അത് ആ ജിന്നുകൾ കേട്ടത് കൊണ്ട് അത് പ്രാർത്ഥനയല്ല എന്ന് മുഫസ്സിറുകൾ ആരും പറഞ്ഞില്ല. എന്നിട്ടും അത് പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞു. വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖാ. അത് ഇസ്തിആദത്തായിരുന്നു എന്നാണ്. അത് ഇസ്തിആദത്തായിരുന്നു. ജിന്നുകൾ കേട്ടു, ജിന്നുകൾ അതിന് പ്രതികരിച്ചു, അവർക്ക് റഹഖുണ്ടായി. അതാണല്ലോ. എന്തുകൊണ്ടാണ് അവർക്ക് റഹഖുണ്ടായത്? അവരത് കേട്ടത് കൊണ്ട്. എന്നിട്ട് അത് കേട്ടത് കൊണ്ട് അത് പ്രാർത്ഥനയായില്ല എന്ന് ഇന്നേ വരെയുള്ള ഒരൊറ്റ മുഫസ്സിറും പറഞ്ഞില്ല. മറിച്ച് അത് കേട്ടു എന്ന് സമ്മതിക്കുന്നതോടൊപ്പം തന്നെ അത് പ്രാർത്ഥനയാണെന്നും പറഞ്ഞു. ഫൈസൽ മുസ്ലിയാർക്ക് അത് മാറ്റണം. ഫൈസൽ മുസ്ലിയാർ എന്ത് ചെയ്തു? അത് പ്രാർത്ഥനയല്ലാതാക്കണം. അതിന് ഇതേമാതിരിത്തൊരു ഞൊണ്ടി ന്യായം പറഞ്ഞ എന്താണ്? യാത്രയുടെ പുറപ്പെട്ടാൽ യാത്രയിലുടനീളമുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തണേ എന്നായിരുന്നു മക്കയിലുള്ള ജാഹിലിയ കാലത്ത് അറബികൾ പറഞ്ഞിരുന്നത്. പണ്ട് ഖുറാഫികള് ഇബിലീസിന്റെ പേരിൽ നുണറിഞ്ഞ മാതിരി, ഇബിലീസിന്റെ പേരിൽ ഇൻഷാല്ലാ ഇബിലീസിന്റെ പേരിൽ നുണ പറഞ്ഞതുപോലെ മക്കാ മുശ്രിക്കുകളുടെ പേരിലാണ് ഇപ്പൊ ജിന്നുവാരികൾ കളവ് പറയുന്നത്. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്ന്, സുജൂദ് അള്ളാഹുവിന് വേണ്ടി മാത്രമെന്ന് പറഞ്ഞതാണ് പിന്നെ ഇബിലീസ് പിഴച്ചു പോകാൻ കാരണമെന്ന് ഇബിലീസിന്റെ പേരിൽ കളവ് പറഞ്ഞ ഖുറാഫികളുണ്ട്. അതുപോലെ ഇപ്പോൾ മക്കയിലുള്ള ജാഹിലിയ കാലത്തുള്ള അറബികളുടെ പേരിൽ കളവ് പറയുന്നവരാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള ജിന്നുവാരികൾ എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. അള്ളാഹു സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇൻഷാ അല്ലാഹ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബഹുമാന്യ പണ്ഡിതൻ അബ്ദുറഹ്മാൻ സലഫി നമ്മോട് സംസാരിക്കും. അബ്ദുറഹ്മാൻ സലഫി റൂമിലുണ്ട്. അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മോട് സംസാരിക്കും. ഉസ്താദ് മൈക്കിലേക്ക് വരിക. ഉസ്താദ് ഹാൻഡ് റൈസ് ചെയ്ത് മൈക്കിലേക്ക് വരിക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സലഫി ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ എത്തും ഇൻഷാ അല്ലാഹ്. അതിനു മുമ്പ് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
നേരത്തെ അബൂ ഹിസാന്റെ സംസാരം കേട്ടു. അതിനുശേഷം ഇവിടെ നടന്ന ക്ലിപ്പുകൾ നമ്മൾ കേൾക്കുകയുണ്ടായി. വളരെ കൃത്യമായി ജിന്നുവാദികളുടെ ഇന്നത്തെ ദാരുണമായ അവസ്ഥയെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെടുന്ന തരത്തിലാണ് ഇപ്പോൾ നാം യാസിർ ബിൻ ഹംസയുടെ സംസാരവും അതുപോലെ തന്നെ അതിന് തൊട്ട് മുമ്പിൽ നടന്ന സംസാരങ്ങളും ഒക്കെ ശ്രദ്ധിച്ചത്. യഥാർത്ഥത്തിൽ ഇത് അള്ളാഹു കൊടുക്കുന്ന ശക്തമായ ഒരു തിരിച്ചടികളാണ് എന്നാണ് മുജാഹിദുകളായ നാം വിശ്വസിക്കേണ്ടതും നാം മനസ്സിലാക്കേണ്ടതും. തൗഹീദിൻ പ്രബോധനം ചെയ്യാനും തൗഹീദ് അനുസരിച്ച് ജീവിക്കാനും തൗഹീദിലേക്ക് ഈ സമൂഹത്തെ തിരിച്ചു കൊണ്ടുവരാനും പാടുപെട്ട് പണിയെടുക്കുന്ന ഒരു ആദർശ പ്രസ്ഥാനത്തെ പിളർത്താനും തകർത്താനും ഗൂഢാലോചനക്കാരുടെ ഗൂഢതകളെ തകർത്ത അള്ളാഹുവിന്റെ സഹായം മുഴുവൻ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, നേരത്തെ ഈ ക്ലിപ്പുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നടന്ന ചർച്ചകളെ വിശകലനം നടത്തിക്കൊണ്ട് മറുപടി പറയാൻ കഴിയാതെ തന്റെ മുഴുവൻ ശബ്ദവും ഉയർത്തി തന്റെ മുഴുവൻ തെറിപ്രയോഗങ്ങളും പുറത്തെടുത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരെ ആക്ഷേപിച്ചുകൊണ്ട് അബൂ ഇസ നടത്തിയ സംസാരത്തിൽ MICR മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂം എന്ന് ഞാൻ അതിനെ സംബന്ധിച്ച് പലപ്പോഴും പറയാറില്ല. MTCR എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് പലപ്പോഴും പ്രയോഗിക്കാറുള്ളത്. മലയാളം തെറി ക്ലാസ് റൂം, ആ പേര് അന്വർത്ഥമാക്കുന്ന രൂപത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ സംസാരം ആരംഭിച്ചത്. അതിൽ അവർ നടത്തിയ ഗൂഢാലോചനയെ സംബന്ധിച്ചും അയാൾ വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. സമ്മേളനത്തിന് തൊട്ട് മുമ്പ് 3-4 മാസങ്ങൾക്ക് മുമ്പ് ആമയൂർ, പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് ആമയൂരുള്ള മദ്രസയിൽ അബ്ദുൽ ഹക്ക് സുല്ലമിയുടെ വീടിനടുത്തുള്ള മദ്രസയിൽ വെച്ച് മുജാഹിദ് സംസ്ഥാന സമ്മേളനം പൊളിക്കാനും മുജാഹിദ് പ്രസ്ഥാനത്തെ തകർക്കാനും ഗ്രൂപ്പ് യോഗം നടത്തി. അതിന്റെ മുഴുവൻ ആ ഗ്രൂപ്പ് യോഗങ്ങളിലെ മുഴുവൻ തീരുമാനങ്ങളും പ്രാവർത്തികമാക്കാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സമ്മേളന വേദി തെരഞ്ഞെടുക്കുകയും ചെയ്ത് നടത്തിയ ഗൂഢാലോചനകളെ അള്ളാഹു തകർത്തെറിഞ്ഞത് ഞങ്ങളെല്ലാവരും കൃത്യമായി കണ്ടവരാണ്. മുജാഹിദുകൾ അത് മനസ്സിലാക്കിയവരുമാണ്. കാരണം മുജാഹിദ് സംസ്ഥാന സമ്മേളനം നടക്കുന്നതിന് മുമ്പ് ഞാൻ ഓർക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ വടുതലക്കടുത്ത് സുഹൈർ ചുഗത്തറ എന്ന ജിന്നുവാദികളുടെ ഒരു നേതാവ് പ്രസംഗിക്കാൻ അദ്ദേഹം കടന്നു വരികയും നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് എന്ന ബാനറിന്റെ കീഴിൽ അദ്ദേഹം തന്റെ സംസാരം ആരംഭിക്കുകയും പ്രസംഗം നടത്തുകയും ചെയ്തതിനു ശേഷം അവിടെയുള്ള മുജാഹിദ് പ്രവർത്തകർ ഒരുമിച്ച് കൂട്ടി സമ്മേളനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതില്ലെന്നും സമ്മേളനം നിർത്തിവെക്കാൻ തീരുമാനിച്ചു എന്നും സമ്മേളനത്തിന്റെ രജിസ്ട്രേഷൻ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നും ഞങ്ങളാരും പ്രസംഗിക്കുകയില്ല എന്നും അവിടുത്തെ പ്രവർത്തകരെ വിളിച്ചു പറഞ്ഞതു മുതൽ അദ്ദേഹത്തിന്റെ സംസാരങ്ങളെയും അവരുടെ പ്രവർത്തനങ്ങളെയും സംശയത്തോടെ നോക്കിക്കൊണ്ടിരുന്ന അവരുടെ പ്രവർത്തനങ്ങളിൽ നമുക്കുണ്ടായ സംശയങ്ങൾ മുഴുവൻ സത്യമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന തെളിവുകളാണെന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അവർ വിചാരിച്ചു, പലരും പറഞ്ഞത് മുജാഹിദ് സംസ്ഥാന സമ്മേളനം കോഴിക്കോട് ടൗണിലെ ടാഗോർ ഹാളിലേക്ക് മാറ്റിയിരിക്കുന്നു. അതിന്റെ ആ സമ്മേളനം നടത്തേണ്ടത് അവിടെ അണ്ണാച്ചിമാർ വന്ന് സമ്മേളനം നടത്തണമെന്ന് പറഞ്ഞവർ. പക്ഷേ കേരളത്തിലെ ലക്ഷക്കണക്കിന് മുജാഹിദ് പ്രവർത്തകർ ആവേശത്തോടുകൂടി അഴിഞ്ഞിലം സമ്മേളന നഗരിയിലേക്ക് ഒഴുകിയെത്തിയപ്പോൾ സമ്മേളന നഗരിക്ക് സമാന്തരമായി ഒഴുകിയ ചാലിയാറിലെ വെള്ളത്തെക്കാളും വേഗതയിൽ ജിന്നുവാദികളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വന്നത് മുജാഹിദ് പ്രവർത്തകർ സന്തോഷത്തോടു കൂടിയാണ് നോക്കിക്കണ്ടത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശ ബോധമുള്ള പ്രവർത്തകന്മാർ സമ്മേളന നഗരിയിലേക്ക് കടന്നു വരുമ്പോൾ അതിൽ ജിന്നുവാദികളായ പണ്ഡിതന്മാരുടെ പേരുകൾ ഇല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വന്നവരായിരുന്നു അവർ. സമ്മേളനത്തിന്റെ പ്രോഗ്രാം നോട്ടീസ് കൈകളിൽ കിട്ടിയ മുജാഹിദുകൾ സക്കരിയ സുലാഹിയുടെ പേര് അതിൽ കാണാത്തവരായിരുന്നു. അതിൽ ഫൈസൽ മുസ്ലിയാരുടെ പേര് കാണാത്തവരായിരുന്നു. മുജാഹിദ് ബാലുശ്ശേരിയുടെയും സുഹൈർ ചുങ്കത്തറയുടെയും പേര് കാണാതെ വന്നവരായിരുന്നു അവർ. അവരാരുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സമ്മേളന നഗരിയിലേക്ക് അവർ ഒഴുകി വന്നത്. 3-ാമത്തെ ദിവസം ബഹുമാന്യനായ ഹുസൈൻ സലഫി അദ്ദേഹം ആ സമ്മേളന നഗരിയിലേക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ സമയത്ത് കടന്നു വന്നു. അദ്ദേഹത്തിന് ഈ ആദർശത്തോടും ഈ പ്രസ്ഥാനത്തോടുമുള്ള കൂറ്